ഹമാസ് തീവ്രവാദികൾ സ്വയം ചൊറിഞ്ഞ പണി വാങ്ങിയതാണ് ഇപ്പോൾ ഗസയിൽ കാണുന്ന ദുരന്തങ്ങളിലെല്ലാം ഉള്ളത്. തിരിച്ചടിയിൽ ഗസ നഗരം മുഴുവൻ വാസയോഗ്യമല്ലാതെയായി മാറുമ്പോൾ ഗസയിലെ ജനങ്ങൾ മറ്റിടങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ട അവസ്ഥയും ഉണ്ടാവുകയാണ്. ഗസയിൽ ഇനി ഹമാസിനെ കാലുകുത്താൻ അനുവദിക്കില്ല എന്നാണ് ഇസ്രായേലിന്റെയും നിലപാട്. ഇവിടെ സിറ്റി പുനർനിർമ്മിച്ച ശേഷം മറ്റൊരു ഭരണകൂടത്തെ സൃഷ്ടിക്കുക എന്നതാണ് ഇസ്രായേലിന്റെ നിലപാട്. എന്നാൽ ഹമാസ് നേതാക്കളെ തീർത്തേ അടങ്ങുമെന്നും ഇസ്രായേൽ നിലപാട് ആവർത്തിക്കുകയാണ്. ഗസയിൽ തങ്ങൾ തടവിലാക്കിയിരുന്ന 3 ഇസ്രായേലി ബന്ദികളുടെ വീഡിയോയാണ് ഇപ്പോൾ ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഹമാസിനെതിരെയുള്ള ആക്രമണം അവസാനിപ്പിക്കാനും യുദ്ധത്തിന്റെ 100ാം ദിവസത്തോട് അനുബന്ധിച്ച് തങ്ങളുടെ തടവിലുള്ള ബന്ദികളെ മോചിപ്പിക്കുവാനും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ട ഞായറാഴ്ചയാണ് ഹമാസ് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. നോവ ആർഗമണി എന്ന 26 വയസ്സുകാരി, യോസി ഷാരബി എന്ന 53 വയസ്സുകാരൻ, ഇറ്റായി സ്വിർസിക് എന്ന 38കാരി, ഇവരുടെയൊക്കെ തന്നെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. 37 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ എപ്പോഴാണ് ചിത്രീകരിച്ചത് എന്ന് വ്യക്തമായിട്ടില്ല. ഇവരുടെ വിധി നാളെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുമെന്നും അനുബന്ധമായി വീഡിയോയിൽ പറയുന്നുണ്ട്. ഇസ്രായേൽ സൈന്യം ഗസയിൽ ഷെല്ലാക്രമണം നടത്തിയതിനാൽ ബന്ദികളാക്കിയ ചിലരുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്നാണ് ഹമാസ് വ്യക്തമാക്കിയത്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ബന്ദികൾ കൊല്ലപ്പെട്ടിരിക്കാമെന്നും ഹമാസ് ചൂണ്ടിക്കാണിക്കുകയാണ്. ഇസ്രായേൽ സൈനിക ആക്രമണങ്ങൾക്ക് പ്രതികാരമായി ബന്ദികളെ വധിക്കുമെന്ന് യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ ഹമാസ് ഭീഷണി മുഴക്കിയിരുന്നു. അതേസമയം ബന്ദികളെ സംബന്ധിച്ച് ഹമാസ് പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളോട് പ്രതികരിക്കാൻ ഇസ്രായേൽ ഇതുവരെയും സമ്മതിച്ചിട്ടില്ല. ബന്ദികളുടെ വീഡിയോ ദൃശ്യങ്ങൾ കാട്ടി തങ്ങളെ മാനസികമായി തകർക്കാനുള്ള ശ്രമമാണ് ഹമാസ് നടത്തുന്നത് എന്നും ഇസ്രായേൽ ആരോപിച്ചു. നേരത്തെ കൊല്ലപ്പെട്ട ബന്ദികളുടെ ശവശരീരങ്ങൾ ഇസ്രായേൽ കണ്ടെത്തിയിരുന്നു. ശവശരീരങ്ങൾ പരിശോധിച്ചതിൽ നിന്നും അവർ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരാണ് എന്നാണ്. ഹമാസ് വാദത്തോട് യോജിക്കാൻ കഴിയില്ല എന്നാണ് ഇസ്രായേൽ ആരോഗ്യ മന്ത്രാലയത്തിലെ ഫോറൻസിക് ഉദ്യോഗസ്ഥരായ ഹാഗർ മിസ്രാഹി ഡിസംബർ 31-ന് പ്രാദേശിക ടിവിയോട് പറഞ്ഞത്. അനുബന്ധ വാർത്തകൾ തങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് ബന്ദികൾക്കുള്ള അപകട സാധ്യതകളെക്കുറിച്ച് ബോധവാന്മാരാണെന്നും മുൻകരുതലുകൾ സ്വീകരിക്കുന്നുണ്ടെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. സൈനിക നീക്കങ്ങൾക്ക് സമയമെടുക്കുമെന്നും അത് സൂക്ഷ്മതയും കൃത്യതയും ഉള്ളതായിരിക്കുമെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു. ഭീഷണികൾക്കും ബന്ദികൾക്കും അനുസൃതമായിട്ടായിരിക്കും സൈനിക നടപടിയെന്നും ഇസ്രായേൽ സായുധ സേനയുടെ മുഖ്യ വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി ഞായറാഴ്ച വ്യക്തമാക്കിയിരുന്നു. യുദ്ധത്തിന് തുടക്കമിട്ട ഒക്ടോബർ 7-ന് ഇസ്രായേൽ അതിർത്തിക്കുള്ളിലേക്ക് കടന്നു കയറി ഹമാസ് പിടികൂടിയ ഏകദേശം 240 പേരിൽ പകുതിയോളം പേരെ നവംബറിൽ വിട്ടയച്ചിരുന്നു. 132 പേർ ഗസയിൽ അവശേഷിക്കുന്നുണ്ടെന്നും അവരിൽ 25 പേർ കൊല്ലപ്പെട്ടതായും ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട്. അതേസമയം ബന്ദി പ്രതിസന്ധി ഇസ്രായേലിനെ പ്രതിസന്ധിയിൽ നിർത്തുകയാണ് എന്നാണ് വിവരം. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.